നമസ്കാരം. കാഞ്ഞിരപ്പള്ളി സുബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? എല്ലാവരും ഒക്കെ സേഫായിട്ടിരിക്കുന്നോ? എല്ലായിടത്തും മഴയും വെള്ളപ്പൊക്കവും പ്രശ്നങ്ങളും ഒക്കെയാണ്. കുറേ സ്ഥലത്തെല്ലാം ഓക്കെ ആയി വരുന്നു. ചില സ്ഥലങ്ങളിലേക്ക് പുതുതായിട്ട് വെള്ളം കയറി വരുന്നു. എന്നാലും ഞങ്ങളുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് എല്ലാം സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഡയറക്റ്റ് കണക്ഷൻ ഉള്ളവരോടൊക്കെ അന്വേഷിച്ചായിരുന്നു. ചില സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളുള്ളിടത്തെയൊക്കെ നമ്മളിപ്പോൾ റാന്നി, അതുപോലെ ആലപ്പുഴ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളവരോടൊക്കെ നമുക്ക് ഡയറക്റ്റ് കണക്ഷൻ ഉള്ളവരോടൊക്കെ ചോദിച്ചായിരുന്നു. എല്ലാം മാറും. കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം മാറും. നമുക്കിപ്പം ഓണത്തിൻ്റെതായ ഒത്തിരി നല്ല കാര്യങ്ങൾ തരാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ട് മേളിലിരിക്കുന്ന ആൾ ചെറുതെന്ന് നമ്മൾ പറയുന്നു, ചെറുതും വലുതുമായിട്ടുള്ള പരീക്ഷണങ്ങൾ തരുന്നതിൻ്റെ ഭാഗമാണെന്ന് വെച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്, എന്തായാലും നമുക്ക് ഓണം ഉടനെ വരുമല്ലോ, അപ്പോഴത്തേക്ക് എല്ലാം മാറും, എല്ലാം ഓക്കെ ആവും. അപ്പം ഇന്ന് അതിഗംഭീരം. എനിക്ക് സത്യം പറയാൻ സംസാരിക്കാൻ തീരെ വയ്യ. രാവിലെ ഇന്ന് മൺഡേ അല്ലേ, രാവിലെ സ്റ്റാഫ് മീറ്റിംഗ് ആയപ്പോൾ സമയം ഏകദേശം 1 മണിയാകാൻ പോകുന്നു. 9:45 തുടങ്ങിയത്. എത്രയും നേരം സംസാരിച്ച് സ്റ്റാഫിനോട് സംസാരിക്കണമല്ലോ, അവരാണല്ലോ നമ്മുടെ ബ്ലഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്ന പോലെ കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പം സംസാരിച്ചാകെ ടയർഡായി. അപ്പം ഇന്ന് വളരെ നല്ലൊരു ഓഫറിലുള്ള സാരിയാണ്, ഓണത്തിന് ബെസ്റ്റ് ആയിട്ടുള്ള സാരിയാണ്. ജൂട്ട് സിൽക്കിൻ്റെ റിഡക്ഷൻ സെയിലാണ്. ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് 2400. ഇപ്പം തരാൻ 2499. ഇപ്പം തരാൻ പോകുന്നത് 1699 ആണ്. നോക്ക്, സാരി നിങ്ങൾ നോക്ക്, അടിപൊളിയായിട്ടുള്ള ജൂട്ട് സിൽക്ക് സാരി. ഇതിൻ്റെ ഈ 2499 രൂപയ്ക്ക് വാങ്ങിച്ച ധാരാളം ആൾക്കാരുണ്ട്. ഡയറക്റ്റ് ഷോപ്പിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്ത ധാരാളം ആൾക്കാരുണ്ട്. ഇതിൻ്റെ എല്ലാം മജോറിറ്റിക്കും സിംഗിൾ പീസസ് മാത്രമേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഇതിൻ്റെ ബോർഡർ അടിപൊളിയായിട്ടുള്ള ബോർഡറാണ്. കണ്ടോ, നല്ല സാരി, ജൂട്ട് സിൽക്കാണ് സ്റ്റഫ്. സാരി വരുമ്പം ഇങ്ങനെ വരും. മുന്താണി വന്നിട്ട് ഇങ്ങനെ. ഇതിനെല്ലാം വരുന്നത് ഒരുമാതിരി കലങ്കാരി അങ്ങനത്തെ ഒക്കെ ഒരു ടൈപ്പ് ഓഫ് പ്രിന്റ് ഇല്ലേ, ഈ ബഗൽപൂരി പ്രിന്റ് അങ്ങനത്തെ ഒക്കെ വരുന്ന ഒരു ടൈപ്പ് പ്രിന്റാണ് ഇതിന് വരുന്നത്. ഡിജിറ്റൽ പ്രിന്റ് ആണ്. ബോർഡറിനെ ഒന്ന് കാണിച്ച്, എനിക്ക് ഏറ്റവും ഫേവററ്റ് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ ബോർഡറാണ്. ഞാൻ ഇതിൻ്റെ ഒരു സാരി ഉടുത്തിട്ടുള്ള ഒരു വീഡിയോ ഇതിൻ്റെ ഒപ്പം ചേർക്കാം, അല്ലെങ്കിൽ റീലായിട്ടിടാം. സാരിയുടെ ഭയങ്കര കളറെടുപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിനൊരു ശാന്തം, സുന്ദരം, ഗംഭീരം എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു സംഭവങ്ങളില്ലേ, അതാണ് ഇതിൻ്റെ ഒരു ഗമാലിറ്റി. ഇങ്ങനെ വൺ പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് പോവുകയാണെങ്കിൽ നല്ല രസമാണ്. ഏത് വണ്ണം, നീളം, പൊക്കം, പ്രായം ഇതൊന്നും ബാധിക്കാത്ത ഒരു സാരി. ലൈറ്റും ആണ്, ഒരേ സമയം ലൈറ്റ് ഷെയ്ഡാണ്. എന്നാൽ ആ ലൈറ്റ് ഷെയ്ഡിന് ഒരു ഭംഗിയും ഒരു കുലീനതയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ബോർഡർ എന്ന് പറയുന്നത്. മുന്താണി വന്നിട്ട് ഇങ്ങനെ വരും. ഇതാണ് ബ്ലൗസ്. കണ്ടോ, ബ്ലൗസ് വരുമ്പോൾ ഡാർക്കാണ്. എന്നിട്ട് കൈയുടെ അറ്റത്ത് ഈ ഒരു ബോർഡറും കൂടിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും. കട്ടി കൂടിയ സാരി അല്ല കേട്ടോ, മിനിമൽ ആയിട്ടുള്ള കനവേ ഉള്ളൂ. ഓവറായിട്ട് കട്ടിയില്ല. എന്നാൽ ട്രാൻസ്പെറൻ്റ് അല്ല, ഒഴുക്കൻ സാരി അല്ല, ജൂട്ട് സിൽക്കാണ് മെറ്റീരിയൽ. ഇതാണ് ആദ്യത്തെ സാരി. ഇനി ഇതിൻ്റെ കളർ ചേഞ്ചസ് ഓരോന്നായിട്ട് ഞാൻ കാണിക്കാം. ആകെ 10-12 സാരിയേ ഉള്ളൂ. ഈ 10-12 സാരികൾക്കിടയിൽ 1-2 സാരികൾക്ക് മാത്രം ഒന്നിലധികം പീസസ് ഉണ്ട്. ബാക്കി എല്ലാം സിംഗിൾ പീസസ് മാത്രമാണ്. അടുത്തെന്ന് പറയുമ്പോൾ ദേണ്ട ഇങ്ങനെ. ഇതിൻ്റെ കളർ ഞാൻ എടുത്ത് പറയുന്നില്ല. ഇതിനകത്ത് കൂടുതൽ നിൽക്കുന്ന കളർ ഈ സാരിക്കാണെങ്കിൽ പിസ്ത ഗ്രീൻ ആണ്. ഈ ഒരു കോപ്പർ അല്ലെങ്കിൽ ഒരു കോപ്പർ ഒരു മിക്സ് ചേർന്ന ഒരു ബോർഡറാണ്. ഇതിൻ്റെ പ്രിന്റ് പോയിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒരു കലങ്കാരി കൈൻഡ് ഓഫ് പ്രിന്റാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അങ്ങനത്തെ ഒരു സ്റ്റൈലിംഗ് ആണ് ഇതിന് പോയിരിക്കുന്നത്. ഇതാണ് ബോർഡർ. ഇനി ബോഡി കാണിച്ചു തരാവേ. രണ്ട് സൈഡിലും ഒരേ ബോർഡറാണ്. താഴത്തെ ബോർഡറും മുകളിലത്തെ ബോർഡറും ഒന്ന് തന്നെയാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 2699. ഇപ്പോഴത്തെ വില 1699. അത് 2599. ഇപ്പോഴത്തെ വില
699. ഇനി ഇതിന്റെ ബ്ലൗസ് കാണിച്ചു തരാം. ഇതിന്റെ ബ്ലൗസ് വരുമ്പം ഇങ്ങനെ ഇരിക്കും, കണ്ടോ? ഇത്തല ബോഡിയെ കൂടെ നിറച്ചും ഒരു പിസ്ത ഗ്രീൻ്റെ ഷെയ്ഡ്സ് ആണ് കൂടുതൽ പോകുന്നത്. ബ്ലൗസ് വരുമ്പോൾ ആ പിസ്ത ഗ്രീന് കുറച്ചും കൂടെ നിറഞ്ഞു നിൽക്കും, കൈക്ക് ഇങ്ങനെ ബോർഡറുമായിട്ട്. ഫങ്ഷൻ സാരി കേട്ടോ, ജൂട്ട് സിൽക്കിന്റെ ഫങ്ഷൻ സാരി. ആ ഒരു ബോർഡറെ കൂടെ ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ പോലെ ഒരു കളർ പോകുമ്പോൾ നല്ലൊരു എടുപ്പാണ് അതിൽ. എനിക്കത് ഭയങ്കരമായിട്ട് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ഞാനൊന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. ഇതാണ് അടുത്ത സാരി. എല്ലാ സാരിക്കും ഒരേ റേറ്റും ഒരേ സ്റ്റഫും പ്രിന്റിലൊക്കെ ഉള്ള കളറിലും ഒക്കെ ഉള്ള വ്യത്യാസം മാത്രം. അടുത്തത് ഇങ്ങനെ വരും. ബോർഡർ നിങ്ങൾ നോക്കുക, എനിക്ക് ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയ അതിന്റെ ബോർഡറാണ്. നല്ല രസമല്ലേ ബോർഡർ കാണാനായിട്ട്? അതായത് നല്ല റേറ്റിൽ പോകുന്ന നല്ല റേറ്റുള്ള സാരീസിന് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ബോർഡറാണ് അതിന് വന്നിരിക്കുന്നത്. അത് നല്ലൊരു ലുക്ക് കിട്ടും നമ്മുടെ കയ്യേലും പിന്നെ സാരിയുടെ ബോർഡറായിട്ടും ബ്ലൗസിന്റെ കയ്യേലും എല്ലാം കൂടി ഇത് വന്നിട്ട് നിങ്ങൾ അതിന് ചേരുന്ന ഒരു നല്ല ഓർണമെന്റ്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ലുക്കായിരിക്കും. വൺ പ്ലീറ്റ് സെറ്റ് എടുക്കാനാണെങ്കിലും നല്ലതാ, പ്ലീറ്റഡ് ആയിട്ട് ഉടുക്കാനാണെങ്കിലും നല്ലതാ. ഇങ്ങനെ വരും ബോഡിയിലെ പ്രിന്റ്, കണ്ടോ? മുന്താണി ഇങ്ങനെ. ഇതിപ്പോ ഒരു ലൈറ്റ് ഷെയ്ഡാ, ലൈറ്റ് യെല്ലോ എന്ന് പറയാൻ പറ്റും. ലൈറ്റ് യെല്ലോ ചന്ദന കളറിന്റെ ഡാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം, അതായിരിക്കും നല്ലത്. എന്നിട്ട് അതിന്റെ കൂടെ ഡാർക്ക് പ്രിന്റ് ഉള്ള ഡിസൈൻസ് കൊടുത്തിരിക്കുന്നു. ഡിജിറ്റൽ പ്രിന്റ് ആണേ. ഇതിന്റെ ബ്ലൗസ് ഡാർക്കാ, ഈ കളർ, ഈ കോഫി കളർ പോലത്തെ ഒരു കളറാണ്. അതിപ്പോ ബോഡിയെ നിങ്ങൾ അതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, ബോഡിയിൽ ഒരു ലൈറ്റ് ഷെയ്ഡ്, എന്നിട്ട് ബ്ലൗസ് വരുമ്പോൾ ഡാർക്ക്, എന്നിട്ട് ആ ഒരു ബോർഡർ എല്ലാം കൂടെ കൂടുമ്പോൾ നല്ലൊരു ചന്തമാണ് കാണാനായിട്ട്. ഒരു ക്ലാസ് സാരിയാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ കലങ്കാരി അങ്ങനത്തെ ആ ഒരു മോഡലിൽ വരുന്ന ഒരു നല്ലൊരു ക്ലാസ് ഐറ്റം. അടുത്ത സാരി വന്നിട്ട് ഇങ്ങനെ, ഇത് കണ്ടോ? മുന്താണിക്ക് കറക്റ്റ് ജൂട്ടാണ് സ്റ്റഫ്. ഇതിന്റെ ബോർഡർ ഇങ്ങനെ, അത് മൊത്തത്തിൽ നിർത്താലേ അതിന്റെ ഒരു ഭംഗി അറിയത്തുള്ളൂ. ഉണ്ടോ? ഇവിടേക്ക് നല്ല ഒരു പീക്കോക്ക് ബ്ലൂ, ഇവിടെ ഒരു ലൈറ്റ് യെല്ലോ, അങ്ങനെ ഒരു നല്ലൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ജൂട്ട് സിൽക്കിന്റെ ആ ഒരു സ്റ്റഫ് നന്നായിട്ട് അറിയാൻ പറ്റും. മെറ്റീരിയൽ ഉപയോഗിച്ച് ശീലമുള്ളവർക്ക് കണ്ടാൽ പെട്ടെന്നത് പിടികിട്ടും ആ ഒരു സ്റ്റഫിന്റെ ഒരു ഗുണം. ഇത് മൊത്തത്തിൽ ഇങ്ങനെ നമ്മൾ നിറച്ചും ഇങ്ങനെ മടക്കി വെച്ച് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നും ഹെവി ആണോ, കനം കൂടുതലാണോ, അങ്ങനെയൊക്കെ തോന്നും. ഇല്ല, വളരെ. ഈ ഒരു ബ്ലൗസ് ഒരു ലാവണ്ടർ ഷെയ്ഡ്, ഇത്തേ കൂടെ പോയിരിക്കുന്ന ബോർഡറിന്റെ ഇത് കണ്ടോ, ബോർഡറിന്റെ സാമ്യതയുള്ള ഷേപ്പ് അല്ല, ഷേപ്പല്ല ഷെയ്ഡ്. അതുപോലെ തന്നെ ബോർഡർ ഇങ്ങനെ. ബോർഡർ എനിക്ക് ഏറ്റവും ഇഷ്ടം. ഈ സാരീസിന്റെ എല്ലാം ബോർഡറും സ്റ്റഫും പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ലൊരു ലുക്കാണ്. അടുത്തത് ഇത് നമ്മുടെ പോച്ചമ്പള്ളി ഡിസൈൻ പോലത്തെ ഒരു ടൈപ്പ് ഡിസൈൻ ആയിട്ട് വരുന്നത്, കണ്ടോ? അതും ലൈറ്റും ഡാർക്കുമാണ്. ഒരു ക്രീം കളറിൽ കൂടെ ഒരു പൗഡർ ബ്ലൂവിൻ്റെ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഡിസൈൻ പോയിട്ട് നല്ല ഒരു ഭംഗിയുള്ള ആ ഒരു പൗഡർ ബ്ലൂവിൻ്റെ കളർ ഷെയ്ഡുമായിട്ട് മാച്ചായിട്ടുള്ള ബോർഡറും ഉണ്ടോ? രണ്ട് സൈഡിലും ഒരേ ബോർഡറാണേ. ആ ബോർഡറിനുണ്ടല്ലോ ആ ഒരു സെറി, ബോർഡർ എന്ന് പറഞ്ഞാൽ ആ ഒരു സെറിക്ക് ഓവറായിട്ടുള്ള ഒരു ഗ്ലോ ഇല്ല, എന്നാൽ നല്ലൊരു ഗ്ലോ ഉണ്ട്. അതൊരു നല്ലൊരു ലുക്കാണ് ആ ഒരു രണ്ടും കൂടെ വന്നിട്ട്. ഇതാണ് സാരി. ഇതിപ്പോ ഞാൻ ഇങ്ങനെ ഇട്ടേക്കുന്നത് മടക്കിയല്ലേ ഇട്ടേക്കുന്നത്. ഇവിടേക്ക് ഈ ഒരു വരുമ്പോഴത്തേനെ നമ്മുടെ ഫേസിന് നല്ലൊരു സംഭവം കിട്ടും. ഞാൻ എന്നിട്ട് ഇപ്പം ഇതാണ് മുന്താണി കേട്ടോ. മുന്താണിയിലേക്ക് വരുമ്പോൾ ഡാർക്ക് ഷെയ്ഡാ വരുന്നത്. ബ്ലൗസ് ഇത് പോച്ചമ്പള്ളി ഡിസൈൻ വരുന്ന ഡാർക്ക് ഡിസൈൻ, ഒരു ഗ്രേഷ് കളറിലുള്ള ബ്ലൗസ്. മുന്താണിക്ക് ആ ഒരു ഡാർക്ക് ഗ്രേഷ് ആയിട്ടുള്ള ഒരു കളറാണ് വരുന്നത്. ഞാനേ എന്താ പറയാൻ വന്നേ, ഞാൻ ഈ സാരി കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർക്കുവാണേ, ഏത് സാരി ഒന്ന് ഉടുക്കത്തൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഏത് സാരി ഉടുക്കുന്ന ഇങ്ങനെ മനസ്സിലാവും. അതാ എൻ്റെ ചിന്ത.
ഇനി എല്ലാം ലൈറ്റ് ആയിപ്പോയി, എനിക്ക് ഇച്ചിരി കൂടെ ഒക്കെ കളറുള്ളതാ ഇഷ്ടം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതെടുത്തോ. ഇതിന്റെ ഈ ഡിസൈൻ, ഈ ബോർഡർ നിങ്ങൾ നോക്കുക എന്നാ രസമാണ്. ഈ ഒരു ബോർഡറിന് ഭയങ്കര മെഹന്തി കളറാട്ടോ ബോർഡറിന്റെ സെറിക്ക്, നല്ലൊരു ഭംഗി. എന്നിട്ട് അതിനിങ്ങനെ ഒരു ഔട്ട്ലൈനും കൂടെ പോയിട്ടുണ്ട്. അതാണ് ഒരു ഭയങ്കര ലുക്ക് കൊടുക്കുന്നത് സാരിക്ക്. ഇത് എനിക്ക് ഇത് നല്ല ജൂട്ടിന്റെ ഫീല് തോന്നുന്ന ജൂട്ട് സിൽക്കിന്റെ സാരിയാണ്. നല്ല ജൂട്ട്, നമുക്ക് ചിലത് കണ്ടു കഴിഞ്ഞാൽ ജൂട്ടാണെങ്കിലും നമുക്ക് അത്രയും അങ്ങ് ആ ഒരു സ്റ്റഫിന്റെ അത് കിട്ടത്തില്ല. സാരി എനിക്ക് കൊടുത്താലോ, കണ്ടോ നല്ലല്ലേ? ഒരു പോച്ചമ്പള്ളി ഡിസൈൻ അല്ലെങ്കിൽ ഒരു കലങ്കാരി ഡിസൈൻ എല്ലാം കൂടെ മിക്സഡ് ആയിട്ടാണ് പോയിരിക്കുന്നത്. മുന്താണി വരുമ്പോൾ ദേണ്ടേ ഇങ്ങനെ വരും. ഇതിന്റെ ബ്ലൗസ് കണ്ടോ, ഇതാ കേരള സാരിക്കൊക്കെ ഈ ബ്ലൗസ് നല്ലതായിട്ട് പറ്റും. ഞാൻ ഈ പിസ്ത ഗ്രീൻ്റെ ഒരു ഷെയ്ഡ്, ബോർഡർ കണ്ടോ, സെറി കണ്ടോ, സെറി അതാ ഞാനിങ്ങനെ അതേലും ഇങ്ങനെ നോക്കിയിരിക്കാൻ നല്ല രസമല്ലേ? തനി കലങ്കാരി ഡിസൈൻ കണ്ടോ, അടിപൊളിയല്ലേ? മുന്താണി കണ്ടോ, കണ്ടോ നല്ലല്ലേ? എന്നാ രസം നോക്ക് നിങ്ങള്. നല്ല ഭംഗിയാട്ടോ, ക്ലാസ് ആയിട്ടുള്ള സാരീസ്. ഇതിൻ്റെ ഏത് സാരീസാണ് സ്റ്റഫ്, അതിനാണ് നമ്മൾ വില മതിക്കേണ്ടത്. കണ്ടമാനമുള്ള ഓവർ സംഭവങ്ങളോ ഓവറായിട്ടുള്ള സാധനങ്ങളോ ഒന്നുമല്ല, പക്ഷെ ഒരു ക്ലാസി ടച്ചാണ് അതിനെല്ലാം. ബ്ലൗസ് ഇതേത്, ബ്ലൗസ് വരുമ്പോൾ ലൈൻസാണ്, നല്ല ജൂട്ടിൻ്റെ ലൈൻസ് ആയിട്ടുള്ള ബ്ലൗസ്. ഈ ബ്ലൗസ് തന്നെ ഇട്ടാൽ മതി കേട്ടോ, കാരണം ആ ജൂട്ടിൻ്റെ സ്റ്റഫിന് ജൂട്ടിൻ്റെ ബ്ലൗസ് തന്നെ ഇടണം. പിന്നെ കോൺട്രാസ്റ്റ് ഇതിന് ചേരുന്ന ബ്ലൗസുകൾ ഉണ്ടെങ്കിൽ ഇടാം, നല്ലതാ. ഒരു മെറൂണിഷ് കളറൊക്കെ ഉണ്ടെങ്കിൽ പിസ്ത ഗ്രീനുമായിട്ട് നല്ലൊരു ഭംഗിയുണ്ടല്ലോ, നല്ല രസമുണ്ടല്ലോ ഇടാം. ഇതെന്തായാലും കുഴപ്പമൊന്നുമില്ല. അടുത്ത ഇത് ഡാർക്ക് മുന്താണി, ഡാർക്ക് സെറി ബോർഡർ, ബോഡി ലൈറ്റ് കണ്ടോ. ബ്ലൗസ് ഇങ്ങനെ വരും. ഈ ഒരു പീച്ചിഷ് ഒരു കളർ, ഇത്തെ കൂടെ പോയിരിക്കുന്ന ആ ഒരു കളറുകളാണ് അത്തെ കൂടെ ബ്ലൗസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇങ്ങനെ കണ്ടോ. നല്ല കണ്ടോ സാരി, നിങ്ങൾ കണ്ടോ? എൻ്റെ ഡ്രസ്സുമായിട്ട് ഒട്ടും മാച്ചാകുന്നില്ല. അല്ല അതിൻ്റെ ഭംഗി നല്ല ഒപ്പി കാണിക്കാൻ ആ ബ്ലൗസ്, അതിൻ്റെ ബ്ലൗസും കൂടെ ഒക്കെ ഇട്ട്, അയ്യോ ഞാനിപ്പോൾ ഇത് തന്നെ ഉടുത്തോണ്ടിരിക്കുന്നില്ല. ഏത് സാരി ഞാൻ ഉടുക്കണം, ഏത് സാരി ഞാൻ ഉടുക്കണം? ഞാൻ സാരി ഉടുത്ത് കാണിച്ചപ്പോൾ ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, സാരിയാ നല്ലത്, സാരിയാ നല്ലതെന്ന്. അത് പണ്ടേ എല്ലാവരും പറയട്ടോ, എനിക്ക് സാരിയാ നല്ലതെന്ന്. പക്ഷെ ഞാൻ സാരി ഉടുക്കത്തില്ലാത്ത, എനിക്കിത് മത്സരം നടക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ, ഒതുക്കം, ശരീരം മെലിഞ്ഞ, എനിക്ക് ഇത്രയും വണ്ണം ഉള്ളൂ എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നത്. എനിക്ക് ഇത്രയും വണ്ണമേ ഉള്ളൂ. എന്നെ മുഖത്തിന്നാന്നറിയോ, ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് മുഖത്തിന് വണ്ണം കൂടുതലാണ്. എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. ഡബിൾ ചിന്നൊക്കെ വന്നിട്ടേ, അതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് വണ്ണം തോന്നുന്നത്. ശരീരത്തിന് വണ്ണമില്ല. പിന്നെ ഈയിടെയൊക്കെ നല്ല ഡയറ്റൊക്കെ എടുത്തും പട്ടിണി കിടന്നും ഒക്കെ കുറെ മെലിയാൻ. അല്ല കളകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഏൽപ്പിക്കണ്ടേ അല്ലേ? അടുത്ത നല്ലൊരു കോമ്പിനേഷൻ, ഒരു ബെയ്ജിന്റെ നല്ലൊരു കളർ കണ്ടോ, രണ്ട് സൈഡിലും ഒരേ ബോർഡർ. ഈ സാരിക്ക് എന്നാ ഒരു ലുക്കാന്നറിയാവോ? ഞാൻ എടുപ്പിക്കാൻ വേണ്ടി പറയുന്നൊന്നുമല്ല കേട്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എടുത്തോ. എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ മെസ്സേജ് അയച്ച് പറഞ്ഞു, വിദ്യ ഇങ്ങനെ ഡെയിലി ചൂട്ടും ടസറും എല്ലാം ഇങ്ങനെ ഭയങ്കര ഗ്രാൻഡ് സാരീസ് മുഴുവൻ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ വഴിയാധാരമാവും, എനിക്കെല്ലാം വാങ്ങിക്കണമെന്നാ തോന്നുന്നു, പക്ഷെ ഡെയിലി സാരി വാങ്ങിയിട്ട് നടക്കുമോന്ന്. അതൊരു വാസ്തവമാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ട്, ഞാൻ എല്ലാ ദിവസവും 365 ദിവസവും ഇങ്ങനെ ഡിസ്കൗണ്ട് സെയിൽ ജൂട്ടും അതും ഇതും തന്നുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മളിത് ആനുവൽ ക്ലിയറൻസിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ. അപ്പോൾ കിട്ടുമ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, പറ്റുന്നവർ അഫോർഡബിൾ ആണെങ്കിൽ വാങ്ങിച്ചോ. ഇത് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാകും ഈ റേറ്റിന്
അതായത് 2000 താഴെ റേറ്റിലേ ഉള്ളൂ. 1000 രൂപയോളം ഒരു സാരിയിൽ റേറ്റ് താത്താണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇത് അടുത്തത് അടിപൊളി. നോക്ക്, ഈ സെറി നിങ്ങൾ നോക്ക്. അത് കാണുമ്പോൾ തോന്നും അതാ നല്ലത്, ഇത് കാണുമ്പോൾ തോന്നും ഇതാ നല്ലത്. എല്ലാം ഇഷ്ടം. എനിക്ക് ഒന്നാമതേ ഇങ്ങനെ ഇങ്ങനത്തെ ബോർഡറിനോട് ഇച്ചിരി പ്രാന്തുള്ള കൂട്ടത്തിൽ. ഇത് എന്താ ബോഡി ഇങ്ങനെ, മുന്താണി ഇങ്ങനെ, ബ്ലൗസ് ഇങ്ങനെ. അടുത്തത് ഇങ്ങനെ ടസർ. ഞാൻ എന്നെ പറയുന്നു, ടസർ അല്ല, ജൂട്ട്. ഇതിലൊരു ജൂട്ട് ടസറിന്റെ ഇതല്ലേ? ഇത് ശരിക്കും ജൂട്ട് ടസറാ കേട്ടോ. ഞാൻ പറഞ്ഞതിനകത്ത് തെറ്റൊന്നുമില്ല. നിങ്ങൾ നോക്കിക്കോ, സ്റ്റഫ് നോക്കിക്കോ, ജൂട്ട് ടസറാ ഇത്, വെറും ജൂട്ടല്ല, ജൂട്ട് ടസറാ. ഇതാണ് ബ്ലൗസ് പ്ലെയിൻ ആട്ടോ. ആ ടസറിന്റെ ഒരു സാധനം കിട്ടുന്നുണ്ട്, കലങ്കാരി പ്രിന്റ്. നല്ലൊരു പിസ്ത ഗ്രീനിന്റെ ലൈറ്റും ഡാർക്കും കൂടെ ചേർന്ന ഒരു മിക്സ് ആയിട്ടുള്ള ഒരു നല്ല സാരി, നല്ല ജൂട്ട് ടസറിന്റെ സാരിയൊക്കെ 1699 രൂപയ്ക്ക് എപ്പോഴും കിട്ടുമോ? ഇല്ല, കിട്ടത്തില്ല, പ്യുവർ കിട്ടത്തില്ല. ഡ്യൂപ്ലിക്കേറ്റ് ഇഷ്ടം പോലെ ഇറങ്ങുന്നുണ്ട്. ടസർ, ജൂട്ടാന്ന് പറയുന്നു, ടസറാന്ന് പറയും, മൊഡാളാന്ന് പറയും, ലിനനാന്ന് പറയും. ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ്സ് ഇറങ്ങുന്നുണ്ട്, പ്യുവർ ഒറിജിനൽ കിട്ടത്തില്ല. ഇത് ആദ്യം കാണിച്ച സാരിയാണോ എന്നൊരു സംശയം. ഇപ്പൊ കണ്ടതിന്റെ മറ്റൊരു കളർ, ലാവൻഡർ ഷെയ്ഡ്. ഇതും ജൂട്ട് ടസർ തന്നെയാണ്. കണ്ടോ? എല്ലാത്തിനും നല്ല ഭംഗിയുള്ള ടാസിൽസ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ബ്ലൗസ് വരുമ്പോൾ പ്ലെയിനാ. കണ്ടോ? ഈ ഒരു കളറാണ് ബ്ലൗസിന്റെ സ്റ്റഫിലോട്ട് നിങ്ങൾ നോക്കിക്കോ. 1699 രൂപ മതിക്കലേ ഉള്ളൂന്നാ. അതിന്റെ ഡബിള് പറഞ്ഞാൽ മതിക്കും. ഞാൻ ചുമ്മാ പറയുന്നല്ല, ചുമ്മാ എല്ലാവരും ഓർക്കും. എനിക്കിന്ന് നേരത്തെ വിശക്കുന്നു, 1 മണി അങ്ങോട്ടാകുന്നേ ഉള്ളൂ. പക്ഷെ ഭയങ്കരമായിട്ടുള്ള ക്ഷീണം എന്ന് പറയുന്നൊരു സാധനം ഇങ്ങനെ പിടികൂടിയേക്കുന്നു. അപ്പം ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പൊക്കൊണ്ടിരിക്കുക, പിതാവേ, ഈ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ അല്ലേ? പ്രതിസന്ധികളും പ്രശ്നങ്ങളും സങ്കടങ്ങളും വയ്യായികകളും ഒക്കെ വരുമ്പോൾ നമ്മൾ ഇത് മാത്രം പറഞ്ഞാൽ മതി, പിതാവേ, ഈ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ. എല്ലാവർക്കും ഉണ്ട് ലൈഫിൽ കൂടെ എന്തെങ്കിലുമൊക്കെ സ്ട്രഗിൾസ് പോകുന്ന മൊമെന്റ്സ്. അപ്പം നമ്മൾ അത്രയും മാത്രം പറയാം. അത് നിശ്ചയിക്കപ്പെട്ടു പോയ ഒരു കാര്യമാണ്, നമ്മളത് അനുഭവിക്കണം. പക്ഷെ അത് കഴിയുമ്പോൾ പിറ്റേ ദിവസം മാറും. മിനിറ്റുകൾ മതി മനുഷ്യന്റെ ജീവിതം മാറി മറിയാനും, സങ്കടങ്ങൾ മാറി സന്തോഷങ്ങളാകാനും എല്ലാം സെക്കൻഡുകൾ മതി. അതുകൊണ്ട് എല്ലാം അസ്തമിച്ചു പോയെന്നൊന്നും ആരും വിചാരിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിങ്ങനെ കുറേ കഥകളൊക്കെ രാവിലെ കേട്ടിട്ടും വായിച്ചും ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു മൂഡിൽ ഞാനങ്ങ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, ഇത് ഡിസ്കൗണ്ട് സെയിലാണ്. 2699 രൂപയുടെ സാരി 1699 രൂപയ്ക്കാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നവരെല്ലാം വാങ്ങിച്ചോളുക. ഷോപ്പിൽ ഇത് അവൈലബിൾ ആയിരിക്കുമോ എന്ന് ചോദിച്ചാൽ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് ഷോപ്പിൽ വരുന്നതായിരിക്കും ഉചിതം. കാരണം ഇത്രയും സാരികൾ മാത്രമേ ഉള്ളൂ. ഈ ടൈപ്പ് സാരി നമുക്ക് ഇത്ര എണ്ണം ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഷോപ്പിലെടുത്ത് മാറ്റി വെച്ചിട്ടില്ല, ഹോൾഡ് ചെയ്യത്തില്ല. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.